ഈ കാണുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്. ട്രാവൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് റോഡിൽ കൂടി വാഹനത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വീഡിയോ മാത്രമേ ഉള്ളത്. അത് ഒരു സ്ഥലത്ത് നിന്ന് മറു സ്ഥലം വരെ പോകുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിലവിൽ വാഗമണിന് അടുത്തുള്ള കപ്പക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും നമ്മൾ മൂലമറ്റം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അവിടെ അല്ലെങ്കിൽ ആ ടൗണിൽ വരുന്നോടം വരെയുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത്. ഈ ബമ്പ് വരുമ്പോഴാണ് നമ്മൾ സ്ലോ ചെയ്യുന്നത്. ബമ്പും ഉണ്ട്, ഡിപ്പും ഉണ്ട്. റോഡൊക്കെ വളരെ മോശമാണ്. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ വാഹനങ്ങളൊക്കെ അടിവശം, കാറൊക്കെ ആണെങ്കിൽ അടിവശമൊക്കെ മുട്ടും. ആ രീതിക്കാണ് ഓഫ് റോഡ് ഡ്രൈവിങ്ങിനൊക്കെ കൂടുതലായിട്ടും വാഹനങ്ങൾ ഇതിലേ പോകും. ഇതിലെ കമാൻഡർ ജീപ്പുകളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ ഈ വഴിയെക്കുറിച്ച് നമ്മൾ പറയുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വഴി എന്ന് പറഞ്ഞാൽ കപ്പക്കാനത്ത് നമ്മളിപ്പോൾ തിരിച്ചു പോന്നിരിക്കുവാണത്. അപ്പോൾ കപ്പക്കാനത്ത് നിന്ന് പോന്നു കഴിയുമ്പോൾ അടുത്ത സ്ഥലമാണ് ഉറുമ്പൾ എന്ന് പറയുന്നത്. അഡ്വാൻസ് ആയി പറയുവാണ്, ഉറുമ്പൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നുണ്ട്. പുള്ളിക്കാനം അത് നമ്മളിത് മൂലമറ്റത്തേക്ക് ആണ് നമ്മൾ നേരിട്ട് വരുന്നത്. നമ്മൾ കയറിപ്പോയത് കൂപ്പള്ളിയിൽ നിന്നാണ് നമ്മൾ കയറിപ്പോയത്. കമാൻഡർ ജീപ്പുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഓഫ് റോഡാണ്. ഈ ഓഫ് റോഡിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സൈഡൊക്കെ കൊടുക്കാനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ വീതി കുറവാണ്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിർത്തി ഒതുക്കി കൊടുക്കണം, എങ്കിലേ സൈഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ ഫുള്ളായിട്ട് ആളുണ്ട്, വണ്ടിക്ക് ഇച്ചിരി വലിയ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൂലമറ്റത്തൂടെ കയറുന്നതിന് പകരം നമ്മൾ കാഞ്ഞാറ് ചെന്നിട്ട് കോപ്പള്ളി വഴി എടാട് വഴി കയറി പോവുകയാണെങ്കിൽ വണ്ടിക്ക് വലിയ മുട്ടി വിഷമം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഈ വാഗമൺ ആ റൂട്ട് കയറി പോകാൻ പറ്റും. നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഗിയറിൽ തന്നെ ഇറങ്ങി വരിക. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി വളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇറങ്ങി വരുന്ന വഴി ആ റൂട്ടിലാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ആ റൂട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. എവിടുന്നാണ്? കപ്പക്കാനത്ത് നിന്ന് ഉറുമ്പള്ള്, പുള്ളിക്കാനം. അതിനുശേഷം നമ്മൾ വരുന്ന DCM കോളേജ് ഉണ്ട്. DCM കോളേജ്, ആ കോളേജിന്റെ മുന്നിൽ കൂടി നമ്മൾ പോകുന്നത് അന്ത്യംപാറ വരും. അന്ത്യംപാറ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എടാടെന്ന് പറയുന്ന സ്ഥലത്ത് വരും. എടാടെന്നുള്ള സ്ഥലത്ത് വന്നതിന് ശേഷം പിന്നെ അടുത്തത് നമുക്ക് എലപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തും. എലപ്പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ മണപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് വരും. മണപ്പാടി അത് അവിടെ നിന്ന് പോന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂലമറ്റം പവർ ഹൗസിന്റെ ക്വാർട്ടേഴ്സുകളൊക്കെ ഉള്ളൊരു ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ മണപ്പാടി കഴിഞ്ഞിട്ട് തേക്കിൻ പ്ലാന്റേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ തേക്കിൻ കൂപ്പ് എന്നൊന്ന് പറയും. ആ ഭാഗത്ത് തേക്കുകൂപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂലമറ്റം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ആ പാലമൊക്കെ കയറി നമ്മൾ ടൗണിലേക്ക് വരും. അതുവരെയുള്ള റോഡിന്റെ കാര്യങ്ങൾ അഡ്വാൻസ് പറഞ്ഞതേ ഉള്ളൂ. ഇതിനുശേഷം നമ്മൾ മ്യൂസിക് ആണ് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് നമ്മളാണ്. ഈ വഴിയുടെ പ്രത്യേകതയും വഴിയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ സ്പീഡ് നിലവിലുള്ളതിൻ്റെ ഇരട്ടി സ്പീഡായിട്ടിരിക്കുന്നത്. നിലവിൽ ഇതൊരു അരമണിക്കൂറോളം വീഡിയോ വരും. അത് നമ്മൾ ഫുൾ സാധാരണ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ അത് 1 മണിക്കൂർ മിച്ചം വരും. അപ്പോൾ അത്രയും സമയം കണ്ടിരിക്കാനുള്ള മനസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സ്പീഡ് നമ്മൾ ഇരട്ടിയാക്കി നമ്മളിതൊരു അരമണിക്കൂറാക്കി ചുരുക്കിയിരിക്കുകയാണ്. കാരണം വാഗമൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴികൾ, നമ്മൾ ടൂർ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ വഴികളും പ്രദേശങ്ങളും ഒക്കെ കണ്ടിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ കപ്പക്കാനത്ത് തിരിച്ചു വരുന്നൊരു വഴിയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ റോഡ് പണിയുടെ ഭാഗമായിട്ട് റോഡിന് വീതി കൂട്ടി മണ്ണൊക്കെ എടുത്തിരിക്കുന്നത് കൊണ്ട് പൊടിപടലങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. റോഡിൻ്റെ വീതി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് മാണ്ടിയതൊക്കെ മണ്ണെടുത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം മുന്നിലൊരു വാഹനം പോയി കഴിഞ്ഞാൽ പുറകെ വരുന്നവരുടെ മുഖത്തായിരിക്കും ഈ മണലൊക്കെ അല്ലെങ്കിൽ മണ്ണ് ഈ പൊടികളൊക്കെ അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അങ്ങ് പോയാൽ മതി. കാറൊക്കെയാണെങ്കിൽ ചില്ല് പൊക്കിയിട്ടുണ്ട് അങ്ങ് പോയാൽ മതി. എങ്ങനെ ഏറ്റവും കൂടുതൽ അവധി ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കപ്പക്കാനം കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. കാരണം ഓഫ് റോഡിൽ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഓടുന്നത് ഈ വഴിക്കാണ് ഓടുന്നത്. അപ്പം പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകായിരം ആളുകൾ വന്ന് നമ്മുടെ വാഗമണ്ണിൻ്റെ പല പ്രദേശങ്ങളിലായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. വാഗമൺ എന്ന് പറഞ്ഞാൽ സ്പോട്ട് ചെയ്താൽ വാഗമൺ സെൻറ്റർ മാത്രമല്ല, വാഗമണ്ണുമായിട്ട് ചുറ്റിപ്പറ്റിയ പ്രദേശങ്ങൾ എല്ലാ ഭാഗങ്ങളും മനോഹരമായ സ്ഥലങ്ങളാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രദേശം. വാഗമണ്ണിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മിച്ചമുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മൾ മൂലമറ്റത്ത് നിന്ന് അല്ലെങ്കിൽ കാഞ്ഞാറ്റിൽ നിന്ന് കയറി പോകുമ്പോഴത്തേക്ക്
ചെല്ലുമ്പോഴത്തേക്കുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു സ്ഥലം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കപ്പക്കാനെന്ന് തിരിച്ച് നമ്മൾ പൂപ്പള്ളി വഴിയല്ല വരുന്നത്, നമ്മൾ നേരെ മൂലമറ്റത്തിനാണ് വരുന്നത്. അപ്പം മൂലമറ്റത്തിന് വരുന്ന സ്ഥലത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ തുടർന്ന് നമ്മൾ മൂലമറ്റത്ത് എത്തുന്നോളം വരെയുള്ള വഴികളെല്ലാം നമ്മൾ ഷോർട്ടായിട്ടൊന്ന് ചുരുക്കി കാണിക്കുവാണ്. പ്രധാന വളവുകളുണ്ട്, കുത്തനെയുള്ള ഇറക്കങ്ങളുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങൾ ഓടിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആ കുത്തനെയുള്ള ഇറക്കങ്ങളും ഒത്തിരി വളവുകളും ഒക്കെയുണ്ട്. വളരെ സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഈ വഴിക്കുള്ള ഏറ്റവും പ്രത്യേകത. അതുകൂടാണ്ട് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് സെക്കൻഡും തേർഡും ഫസ്റ്റും ഒക്കെ ഇട്ട് വേണം വളവ് തിരിഞ്ഞിറങ്ങാനായിട്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് അനേകം വാഹനങ്ങൾ താഴെ നിന്നും കയറി മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് കയറി മുകളിലേക്ക് വരുന്ന വാഹനങ്ങൾ വളരെ വിഷമിച്ചാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങൾ, കയറി വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ സൈഡ് കൊടുക്കണം. കാരണം അവർ വിഷമിച്ചാണ്, കാരണം ഇതുപോലെയൊക്കെ വന്ന് നിർത്തുവാണ്. ഇത് റോഡിന് വീതി ഇല്ലാത്തത് കൊണ്ടാണ് അവർ വളരെ ചവിട്ടി ഒതുക്കിയൊക്കെ നിർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങി പോകുന്ന വാഹനം ആയിട്ടുള്ള ആളുകൾ അവർക്ക് കയറ്റം കയറി വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒതുക്കി കൊടുക്കണം. നമ്മൾ നേരെ ഇറങ്ങി ചെല്ലരുത്, നമ്മളുടെ സ്പീഡ് കുറച്ച് ഇറങ്ങി ചെല്ലുക. നമ്മൾ സെക്കൻഡോ ഫസ്റ്റോ തേർഡോ ഗിയറിലേ നമ്മൾ ഇറങ്ങി പോകാവുള്ളൂ. അതാണ് നമ്മൾ ഈ വഴിക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും. അപ്പോൾ തുടർന്ന് നമുക്ക് കാണാം, തുടർന്ന് നമ്മൾ ഈ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ കാണിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ. Speed to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun as she puts her hand in mine. We wanna chase the night.